ഡെങ്കിപ്പനി വിരുദ്ധ ദിനാചരണവും മഴക്കാലപൂർവ്വ ശുചീകരണവും സംഘടിപ്പിച്ചു. ആറങ്ങാടിയിൽ നടന്ന പരിപാടി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയ ഡെങ്കിപ്പനി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരസഭയുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഗവൺമെന്റ് ആശുപത്രിയുടെയും 15-ാം വാർഡ് ആരോഗ്യ ശുചിത്വ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ജനകീയ ശുചീകരണ കൂട്ടായ്മയും ഗൃഹസന്ദർശനവും ബോധവൽക്കരണ ലഘുലേഖ വിതരണവും കൊതുക് കൂത്താടി നിരീക്ഷണവും സംഘടിപ്പിച്ചു. ആറങ്ങാടിയിൽ നടന്ന പരിപാടി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കാഞ്ഞങ്ങാട് നഗരസഭയുടെ 15-ാം വാർഡ് കാഞ്ഞങ്ങാട് നഗരസഭയുടെ വൈസ് ചെയർമാൻ്റെ വാർഡും കൂടിയാണ് 15-ാം വാർഡ് കൗവായി. ഈ വാർഡിനകത്താണ് ഇന്നത്തെ ശുചീകരണ പ്രവൃത്തി ആരംഭിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഡെങ്കിപ്പനി ദിനാചരണമായിട്ട് ഇന്ന് ആചരിക്കുകയാണ്. ഡെങ്കി പോലുള്ള രോഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കടന്നു വരുന്നത് മാലിന്യ കൂമ്പാരങ്ങളിലൂടെ ഉണ്ടാക്കുന്ന വൈറസ് മുഖാന്തരമാണ്. രോഗം വന്നിട്ട് ചികിത്സിച്ചിട്ട് കാര്യമില്ല. രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലെടുക്കുകയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം കാഞ്ഞങ്ങാട് നഗരസഭക്കകത്ത് എല്ലാ വാർഡിനകത്തും നടക്കുകയാണ്. ഇന്ന് കൗവായി വാർഡിലാണ് ഇന്നത്തെ പ്രവൃത്തി. ഈ പ്രവൃത്തിയിൽ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ജനങ്ങളാണ് മാലിന്യങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കല്ലാതെ വേറൊരു മാർഗ്ഗം ഞാനിതിൽ കാണുന്നില്ല. അപ്പോൾ കൃത്യമായി നല്ല ബോധവൽക്കരണം എല്ലാ വാർഡിനകത്തുണ്ടാകണം. മികച്ച വാർഡിന് നഗരസഭ സമ്മാനമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ശുചീകരണത്തിലാണ് ഏറ്റവും പ്രധാനം. ശുചിത്വമുള്ള വാർഡാക്കി വാർഡിന് മാത്രമല്ല വീടിനും സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്യാഷ് പ്രൈസ് ഉൾപ്പെടെ തരാം. നിങ്ങൾ മികച്ച വാർഡാക്കി, മുമ്പ് 2015-ൽ 1,00,000 രൂപ സമ്മാനം കൊടുത്ത അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം. ഇക്കുറിയും തുക ഒട്ടും കുറക്കുന്നില്ല. മികച്ച വാർഡാക്കി മാറ്റിയാൽ ആകർഷകമായ സമ്മാനം വാർഡിന് മാത്രമല്ല വീടിനും നൽകും. പിന്നെ മാലിന്യം കൊണ്ടിടുന്ന ആൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. നിങ്ങൾ അവരോട് സംസാരിക്കാനൊന്നും പോകേണ്ട. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ ഒരു ബട്ടൺ അമർത്തിയാൽ ഫോട്ടോ വരും. ആ ഫോട്ടോ മുനിസിപ്പൽ സെക്രട്ടറിക്ക് അയച്ചു കൊടുത്താൽ ആരാണോ ഫോട്ടോ അയച്ചു കൊടുത്തത് അവരുടെ അക്കൗണ്ടിനകത്തേക്ക് 2,500 രൂപ വരും. 2,500 രൂപ ഒരു ഫോട്ടോ എടുത്ത് കൊടുത്താൽ 2,500 രൂപ അക്കൗണ്ടിൽ കിട്ടും. ആരെങ്കിലും മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടാൽ ആ ഫോട്ടോ എടുത്ത് മുനിസിപ്പൽ സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കുക. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ പി മുരളീധരൻ ദിനാചരണ സന്ദേശം നൽകി. എൽ നാസർ, പി കെ ബാലകൃഷ്ണൻ, സുബിൻ നിലാങ്കര, കെ സന്ധ്യ, കെ റസിയ, എം സുമതി, പി ശോഭന എന്നിവർ സംസാരിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എ ശ്രീകുമാർ സ്വാഗതവും ടി പുഷ്പ നന്ദിയും പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി തുടർ ശുചീകരണ പ്രവർത്തനങ്ങളും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ കേന്ദ്രീകരിച്ച് ഉറവിട നശീകരണ പ്രവർത്തനങ്ങളും വരും ദിവസങ്ങളിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.